ഇന്നത്തെ മോർണിംഗ് ടാസ്ക് നോറയ്ക്കാണ്. ആരെന്ത് ചോദിച്ചാലും തെറ്റുത്തരം പറയാന്നുള്ളതാണ് ടാസ്ക്. അപ്പൊ ഇതിന്റെ ഇടയ്ക്കാണ് അൻസിബ നോറയുടെ അടുത്ത് ചോദിക്കുന്നത്, നീ അനാവശ്യമായിട്ട് നിന്റെ വീട്ടുകാരെ കുറ്റം പറഞ്ഞ് നടക്കുകയല്ലേ എന്ന്. ഞാൻ അൻസിബ പറഞ്ഞതിനോട് യോജിക്കുകയാണ്. കാരണം എന്താന്ന് വെച്ചാല് നോറയുടെ പാരന്റ്സ് വന്നു പോയില്ല, അവര് പോകാനായിട്ട് ഇറങ്ങുന്ന ആ സമയം തൊട്ട് തുടങ്ങിയതാണ് നോറ അതുങ്ങൾ പറഞ്ഞ ഓരോ വാക്കും എടുത്ത് കീറി മുറിച്ച് സംസാരിച്ച് അതുങ്ങളെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട്. അവസാനം നോറ ഇങ്ങനെ പരാതി പറയണത് കേട്ട സമയത്ത് നോറയുടെ വാപ്പ തന്നെ പറഞ്ഞു, വാപ്പ വരേണ്ടിയിരുന്നില്ല അല്ലേ എന്ന്. എനിക്കത് കേട്ടപ്പോൾ സങ്കടം വന്നു. കാരണം നോറ തന്നെ അവരുടെ പാരന്റ്സിനെ പറ്റിയിട്ട് പറഞ്ഞിരിക്കുന്നത് അവർ ഭയങ്കര ഓർത്തഡോക്സ് ആണ്, നോറേനെ ഒരു രീതിയിലും സപ്പോർട്ട് ചെയ്യാത്തവരാണ് എന്നൊക്കെയാണ്. അങ്ങനെയുള്ളവര് അവരുടെ മകൾക്ക് വേണ്ടി ഈ പ്രോഗ്രാമിലേക്ക് വന്ന് നോറേനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു പോസിറ്റീവ് മാറ്റം പോലും നോറ അക്സെപ്റ്റ് ചെയ്യാതെ അവര് പറഞ്ഞ ഒന്നോ രണ്ടോ വാക്കിൽ കയറി പിടിച്ചിട്ട് അവർക്ക് ഇപ്പോഴും എന്നെ മനസ്സിലാവുന്നില്ല, അവരിപ്പോഴും എന്നെ സപ്പോർട്ട് ചെയ്യുന്നില്ല, ഇതാണ് ഞാൻ പറഞ്ഞത്, വീട്ടുകാർ ഒരു കാര്യത്തിലും എൻ്റെ കൂടെ നിൽക്കുന്നവരല്ല, എന്നെ സപ്പോർട്ട് ചെയ്യുന്നവരല്ല എന്നൊക്കെ. ആ വാപ്പ അവിടെ വന്നപ്പോൾ തൊട്ട് പറയുന്നുണ്ട്, എനിക്ക് വിദ്യാഭ്യാസം ഇല്ല, ഞാൻ കൂലിപ്പണിയാണ് ചെയ്യുന്നത്, അപ്പൊ ഞാൻ പറയുന്ന ചില വാക്കുകളിൽ ചില കാര്യങ്ങളിൽ തെറ്റുണ്ടാവുന്നു. അങ്ങനെ അവര് വന്നു പോയതിനു ശേഷം ഇനി നോറ അവരെ പറ്റി പറയാനൊന്നുമില്ല. കാരണം എല്ലാരോടും അവരെ പറ്റിയിട്ടുള്ള കുറ്റം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുകയായിരുന്നു. അവര് നേരത്തെ അങ്ങനെ ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, എന്നെ ഡോക്ടറിന്റെ അടുത്ത് കൊണ്ടുപോയിട്ടുണ്ട്. ശരിയാണ്, ആ ഉമ്മ അവിടെ വന്നിരുന്ന് പറഞ്ഞതാണ്, ഞങ്ങൾക്ക് അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു, സോഷ്യൽ മീഡിയയിലേക്ക് വരുമ്പോൾ അത് മോശം കാര്യമായിട്ടാണ് ഞങ്ങൾ വിചാരിച്ചിരുന്നത്, ഞാൻ അവളെ ഒരു ഡോക്ടറെ കൊണ്ടുപോയി കാണിച്ചിട്ടുണ്ട്. ഉമ്മ ഇതും പറഞ്ഞു. ആ ഡോക്ടറെ കാണിച്ചപ്പോൾ അവര് പറഞ്ഞിരുന്നത് നാളെ നിങ്ങൾ നോറേന്റെ ഉമ്മയും വാപ്പയും ആയിട്ട് അറിയപ്പെടും എന്നുള്ളതാണ്. അപ്പം അന്ന് അവർ ചിന്തിച്ചിരുന്നത് തെറ്റായിരുന്നു. ഇന്ന് അവൾ ഇവിടെ വന്നതിന് കാരണം ഈ സോഷ്യൽ മീഡിയ ആണ്, അതിൽ ഞങ്ങൾക്ക് അഭിമാനം ഉണ്ടെന്നും ആ ഉമ്മ അവിടെ ഇരുന്ന് പറഞ്ഞു. നോറ അതൊന്നും കേട്ടിട്ടില്ല. മറിച്ച് നോറയ്ക്ക് എന്താണ് അവിടെ പ്രശ്നം ഉണ്ടായിരുന്നത്? സംസാരിക്കുന്നതിന്റെ ഇടയ്ക്ക് വാപ്പ പറഞ്ഞു, നോറ എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യാറുണ്ടായിരുന്നു എന്ന്. എന്തിന്? പാപ്പയ്ക്ക് നോറ സിവിൽ സർവീസിന് പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ എന്തെങ്കിലും കാര്യം സാധിക്കാൻ വേണ്ടിയിട്ട് നോറ വന്നിട്ട്, പാപ്പ ഞാൻ സിവിൽ സർവീസിന് പോകുന്നുണ്ട്, അപ്പൊ ഇന്ന കാര്യം സാധിച്ചു തരണമെന്ന് പറയുമായിരുന്നു. അങ്ങനെ ബ്ലാക്ക്മെയിൽ ചെയ്യുമായിരുന്നു എന്ന് വാപ്പ പറഞ്ഞുപോയി. അത് കഴിഞ്ഞിട്ട് ആ മനുഷ്യൻ പറയുന്നുണ്ട്, എനിക്ക് ഈ ബ്ലാക്ക് മെയിലിംഗ് എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താന്ന് എനിക്ക് അറിയില്ല, നീ എന്നെ സോപ്പിട്ട് നിൽക്കുന്നു എന്നേ ഉദ്ദേശിച്ചുള്ളൂ എന്ന്. നോറയ്ക്ക് അത് പറ്റൂല. നോറ അതിന് അങ്ങനെ പറഞ്ഞത് തെറ്റാണ്, എന്നെ സപ്പോർട്ട് ചെയ്യുന്നില്ല, എന്നെ ഇപ്പോഴും വാപ്പയ്ക്ക് മനസ്സിലാവുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഒരു പ്രാവശ്യമാണെങ്കിൽ പോട്ടെ വെക്കാം. ഇത് 2-3 ദിവസമായിട്ട് ഇത് തന്നെയായിരുന്നു നോറ എല്ലാവരുടെ അടുത്തും പറഞ്ഞുകൊണ്ട് നടന്നിരുന്നത്. ഈ കാര്യം നോറ കഴിഞ്ഞ ദിവസം അൻസിബേന്റെ അടുത്ത് പറഞ്ഞപ്പോൾ അൻസിബ പറഞ്ഞു, നോറ ജനറേഷൻ വേറെയല്ലേ, അവരുടെ ചിന്താഗതി വേറെ ആയിരിക്കും, എന്നിട്ട് പോലും അവരിവിടെ വന്ന് നിന്നെ സപ്പോർട്ട് ചെയ്തില്ലേ, അപ്പൊ ഇനി അവർ മാറും. ഇപ്പൊ പെട്ടെന്ന് നീ പറയുന്ന സമയത്ത് തന്നെ അവർക്ക് എല്ലാ കാര്യങ്ങളും മാറ്റി ചിന്തിക്കാൻ കഴിയില്ല എന്ന് പിന്നെ അൻസിബ നോറേന്റെ അടുത്ത് പറഞ്ഞു കൊടുത്തു. പക്ഷെ അതൊന്നും നോറയ്ക്ക് പറ്റൂല. ഒരു കാര്യം എന്താ വെച്ചാല്, നോറ വന്ന സമയം മുതൽ നോറ ഈ ഗെയിം കളിക്കുന്നത്, അല്ലെങ്കിൽ നോറേന്റെ സ്ട്രാറ്റജി എന്താന്ന് വെച്ചാൽ വിക്ടിം കാർഡ്. ഈ ഞാൻ വിചാരിച്ചിരുന്ന അത് നോറേന്റെ ഗെയിമാണ്. അതായത് ആരെന്ത് പറഞ്ഞാലും എന്നെ എല്ലാവരും ഒറ്റപ്പെടുത്തുന്നു, എന്നെയാണ് എല്ലാവരും എന്തെങ്കിലുമൊക്കെ പറയുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു എരവാദം, എല്ലാ കാര്യത്തിലും എരവാദം കളിക്കുക എന്നുള്ളതായിരുന്നു നോറേന്റെ സ്ട്രാറ്റജി. അപ്പൊ ഞാൻ വിചാരിച്ചത് അത് നോറേന്റെ ഗെയിം ആണെന്നാണ്. പക്ഷെ നോറേന്റെ പാരന്റ്സ് വന്ന് പോയതിനു ശേഷം എനിക്ക് മനസ്സിലാവുന്നത് അത് നോറേന്റെ ഗെയിം അല്ല, അത് നോറേന്റെ സ്വഭാവമാണ് എന്നാണ്. അല്ലെങ്കിൽ ഇതേപോലെ പാരന്റ്സിനെയും കുറ്റം പറഞ്ഞ് ഇതൊരു ഗെയിം സ്ട്രാറ്റജി ആയിട്ട് എടുക്കുമോ എനിക്കറിയില്ല. അതായത് ഇന്നിപ്പോ അൻസുവ പറഞ്ഞതുപോലെ 50 ലക്ഷം ട്രോഫിക്ക് വേണ്ടിയിട്ട് വീട്ടുകാരെയും കൊണ്ടുവന്ന് ഗെയിം കളിക്കുവോ? എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. ഞാൻ വിചാരിക്കുന്നത് അത് നോറേന്റെ സ്വഭാവമാണ് എന്നാണ്. ഇവിടെ നോറേന്റെ പേഴ്സണൽ ലൈഫ് എന്താണ് എന്നുള്ളത് നമുക്ക് ആർക്കും അറിയില്ല. നോറ ഈ ഗെയിമിൽ വന്നിട്ട് എന്താണോ കാണിക്കുന്നത് അതിനെ പറ്റിയിട്ടാണ് ഞാൻ ഈ അഭിപ്രായം പറയുന്നത്. നോറ തന്നെ പറയുന്നുണ്ട്, നോറയ്ക്ക് ചെറുപ്പത്തിൽ ഒരുപാട് റെസ്ട്രിക്ഷൻസ് വന്നിട്ടുണ്ട് നോറേന്റെ അനിയനെ അപേക്ഷിച്ചിട്ടെന്ന് നോറ തന്നെ പറയുന്നുണ്ട്. ശരിയായിരിക്കാം. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, നോറ അതിനകത്ത് നിന്നൊക്കെ സർവൈവ് ചെയ്ത് വന്ന ഒരാളല്ലേ? ആ ചട്ടക്കൂട്ടിൽ ഒതുങ്ങി പോവാതെ നോറേന്റെ ഡ്രീംസിന് പിന്നാലെ വന്ന് ഒരു പരിധിവരെ അത് സക്സസ് ആക്കിയിട്ടുള്ള ഒരാളല്ലേ? അതുകൊണ്ടാണല്ലോ ഇപ്പൊ ബിഗ് ബോസിൽ നോറ വന്ന് നിൽക്കുന്നത്. നോറേന്റെ ഈ സക്സസിൽ പാരന്റ്സും അഭിമാനം കൊള്ളുന്നത് കൊണ്ടല്ലേ അവര് ബിഗ് ബോസിൽ വന്നിട്ട് നോറേനെ സപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷെ അവർക്ക് വന്നിട്ടുള്ള ഒരു പോസിറ്റീവ് മാറ്റത്തെ നോറ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. പകരം നോറ ഇപ്പോഴും നോറേന്റെ പാരന്റ്സിനെ ബ്ലെയിം ചെയ്ത് ഒരു വിക്റ്റിമായിട്ട് തന്നെ തുടരാനാണ് നോറ ആഗ്രഹിക്കുന്നത്. നോറ അങ്ങനെ ചെയ്യുമ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഈ കുടുംബ പശ്ചാത്തലത്തിൽ നിന്നൊക്കെ സർവൈവ് ചെയ്ത് അല്ലെങ്കിൽ ഫൈറ്റ് ചെയ്ത് വന്ന് ഈ പാരന്റ്സിലെ തന്നെ ഒരു മാറ്റം ഉണ്ടാക്കിയത് നോറേന്റെ സക്സസ് ആയിട്ടോ ഒരു പോസിറ്റീവ് കാര്യമായിട്ടോ നോറയ്ക്ക് തോന്നുന്നില്ലേ?
നോറേന്റെ ഈ പെരുമാറ്റം കാണുമ്പം എനിക്ക് കഴിഞ്ഞ സീസണിലെ നാദറേനെ ഓർമ്മ വരും. കാരണം നാദറ ബിഗ് ബോസിൽ വന്നതിന് ശേഷം നാദറേനെ മനസ്സിലാക്കി അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ഫാമിലിയാണ് നാദറേന്റേത്. അതിനു മുന്നേ നാദറ ബിഗ് ബോസിൽ ഉണ്ടായിരുന്ന സമയത്ത് ഫാമിലി വീക്കില് അനിയത്തിനെ എയർപോർട്ടിൽ കൊണ്ടുവിട്ടത് വാപ്പയാണെന്ന് അറിഞ്ഞ ഒരൊറ്റ കാര്യം മതിയായിരുന്നു. ആ വാപ്പയിൽ ഉണ്ടായിട്ടുള്ള ആ ഒരു ചെറിയ മാറ്റം മതിയായിരുന്നു നാദറയ്ക്ക് സന്തോഷിക്കാൻ. അതുപോലും നാദറ വലിയൊരു പോസിറ്റീവായിട്ടാണ് കണ്ടത്. അതിനു പകരം എനിക്ക് തോന്നുന്നു നാദറേന്റെ വാപ്പ ഇപ്പോഴും മോൻ എന്നുള്ളൊരു രീതിയിൽ തന്നെയാണെന്ന് തോന്നുന്നു നാദറേനെ കാണുന്നത്. അപ്പൊ നാദറ അതും പറഞ്ഞിട്ട് ഇരുന്ന് കുറ്റം പറയാണ്, വാപ്പയ്ക്ക് ഇപ്പോഴും എന്നെ മനസ്സിലായിട്ടില്ല, വാപ്പ ഇപ്പോഴും എന്നെ നജീബായിട്ട് തന്നെയാ കാണുന്നതെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കുറ്റപ്പെടുത്താൻ ഇരുന്ന് കഴിഞ്ഞാലുള്ള ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. അതിന് പകരം നാദറ ചിന്തിച്ചത് എന്താണ്, അവർക്ക് ഉണ്ടായിട്ടുള്ള ഓരോ മാറ്റവും അത് നാദറേന്റെ സക്സസ് ആയിട്ടാണ് നാദറ കണ്ടത്. അത് അങ്ങനെ തന്നെയാണ് ഇവിടെ നോറേന്റെ കാര്യത്തിലും. നോറ ഫൈറ്റ് ചെയ്ത് വന്ന് ഇതുപോലൊരു പ്രോഗ്രാമിൽ വന്ന് നിന്ന് അത് മനസ്സിലാക്കി അവര് നോറേനെ സപ്പോർട്ട് ചെയ്യാൻ വന്നിട്ടുണ്ടെങ്കിൽ അത് നോറേന്റെ സക്സസ് ആണ്. ഇവിടെ എനിക്ക് മനസ്സിലാവാത്തത്, ഈ നോറ കാരണം അവർക്ക് ഉണ്ടായിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ ചിന്താഗതിയിൽ ഉണ്ടായിട്ടുള്ള ഒരു മാറ്റം അതെന്തുകൊണ്ടായിരിക്കും നോറേന്റെ സക്സസ് ആയിട്ട് കാണാതെ അവരെ വീണ്ടും ബ്ലെയിം ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇപ്പോഴും അവരെന്നെ മനസ്സിലാക്കുന്നില്ല. ശരിയാണ്, അവരുടെ വിദ്യാഭ്യാസത്തിന്റെ കുറവ് മൂലം അവർക്ക് ആ ഒരു തരത്തിൽ ചിന്തിക്കാനുള്ള, അല്ലെങ്കിൽ അവര് വളർന്നു വന്ന സാഹചര്യം മൂലം അവർക്ക് ആ ഒരു തരത്തിൽ ചിന്തിക്കാനുള്ളൊരു ഇതുണ്ടാവില്ല. ഇതിപ്പം നമ്മളെക്കാട്ടിലും മുന്നേ നോറയ്ക്ക് അറിയാവുന്ന കാര്യമില്ലേ അവരുടെ ചിന്താഗതി ഇങ്ങനെയൊക്കെയാണെന്നുള്ളത്. അത്തരം ചിന്താഗതിയുള്ള ഒരാള് ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ കാണാറുണ്ടെന്നും അവിടെ വന്ന് നോറേന്റെ അടുത്ത് നല്ല രീതിയിൽ സംസാരിച്ച് നോറേനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിട്ടും നോറയ്ക്ക് എന്തുകൊണ്ടായിരിക്കും ആ ഒരു പോസിറ്റീവ് മാറ്റം ഉൾക്കൊള്ളാൻ പറ്റാതെ അവര് പറയുന്ന, അവരുടെ വിദ്യാഭ്യാസത്തിന്റെ കുറവ് മൂലം അവര് പറയുന്ന ഒന്നോ രണ്ടോ വാക്കുകളിൽ കയറി പിടിച്ചിട്ട് അവരിങ്ങനെ കുറ്റപ്പെടുത്താൻ തോന്നുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല എന്തുകൊണ്ടാന്ന്. ഇവിടെ നോറേന്റെ പാരന്റ്സിന്റെ ഭാഗത്ത് ഒരു തെറ്റും ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ അവർക്ക് വന്നിട്ടുള്ള അവരുടെ തെറ്റുകൾ അവർ മനസ്സിലാക്കി തിരുത്തി അവർക്കുണ്ടായിട്ടുള്ള ഒരു പോസിറ്റീവ് മാറ്റത്തെ ഉൾക്കൊള്ളാതെ പോകരുത് എന്നാണ് ഞാൻ പറഞ്ഞത്.